ഭൂഗോളത്തിന്റെ സ്തംഭനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്, അത് പോസിറ്റീവ് സ്തംഭനമാക്കി മാറ്റുക. അതാകുമ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. എന്തിനാണ് ഭൂഗോളത്തിന്റെ സ്തംഭനോ? എന്ത് സ്തംഭനം? സ്തംഭനം എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചലാവസ്ഥയല്ലേ അല്ലേ? സ്തംഭനം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ അല്ലേ മീനിങ്? മലയാളത്തിൽ സ്തംഭനം എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം, മരവിപ്പ്, നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ നിർത്തലാക്കുക. ഇതൊക്കെയല്ലേ അതിൻ്റെ അർത്ഥം. ഭൂഗോളത്തിൻ്റെ സ്തംഭനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്, അടുത്ത നിമിഷം എവിടെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. സ്പന്ദനം എന്നാ ഉദ്ദേശിച്ചല്ലേ? സ്ഫടികത്തിൻ്റെ ഡയലോഗ് ഭൂലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറഞ്ഞാലേ അതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്. അതിന് പകരം എന്തായാലും സ്തംഭനം സ്തംഭിപ്പിക്കും, എല്ലാം സ്തംഭിക്കട്ടെ. ഇനി അതൊക്കെയാണോ ഉദ്ദേശിച്ചത് പറയാൻ പറ്റില്ല. നമ്മുടെ ശാരിക, സ്പീച്ച് മേക്കർ ശാരിക, എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് രേണുസുധീനെ പറ്റി ആരോ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടി കൊടുത്തിട്ടുള്ളൊരു ചെറിയൊരു പോർഷനും കണ്ടിട്ടുണ്ടാണ്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രേണുവിൻ്റെ പേക്കൂത്ത് ഞാനിങ്ങനെ പറയാറില്ല, പണ്ടൊന്നും പറഞ്ഞിരുന്നില്ല. രേണുവിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും എന്തിനാവും എടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും പറയാണ്, കഷ്ടം ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടുണ്ട് രേണുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന കോണ്ടൻറ്റ്. എന്തായാലും ശാരികനോട് ചോദിച്ച സമയത്ത് ശാരികയുടെ മറുപടി ഇതാണ്. ആ സ്ത്രീ സന്തോഷമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത്? നല്ല നല്ല കോണ്ടന്റ്സ് ഒക്കെ എവിടെയൊക്കെ നടക്കുന്നു. ഭൂഗോളത്തിന്റെ സ്തംഭനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്, അത് പോസിറ്റീവ് സ്തംഭനമാക്കി മാറ്റുക. അതാകുമ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. എന്തിനാണ് നമ്മുടെ വളർന്ന സമൂഹത്തെ നശിപ്പിക്കുന്നത്? എന്താണ് ഈ പോസിറ്റീവ് സ്തംഭനം? പറഞ്ഞു തരുമോ? പോസിറ്റീവ് സ്തംഭനാക്കി പ്ലീസ് നിങ്ങളെല്ലാവരും നിങ്ങൾക്കുള്ള സ്തംഭനമൊക്കെ പോസിറ്റീവ് സ്തംഭനാക്കി മാറ്റും കേട്ടോ. അന്തസ്സായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അന്തസ് എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ വേണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പല ഓൺലൈൻ ചാനൽസും രേണുസുധിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് കമൻസ് കുറച്ച് പേര്, ഇപ്പോൾ അധികമൊന്നുമില്ല, പണ്ടൊക്കെ ഒരുപാട് പേര് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ അടുത്തേക്ക് മൈക്കും കൊണ്ട് ചെന്നിട്ട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് അവർ മറുപടി പറയുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. നോക്കൂ, എൻ്റെ വീഡിയോ സ്ത്രീകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം വളരെ ഓണസ്റ്റായിട്ടൊരു ഒപ്പീനിയൻ പറയും. നിങ്ങളോട് ഒരു വ്യക്തി, പുരുഷനോ ആയിക്കോട്ടെ സ്ത്രീയോ ആയിക്കോട്ടെ, വേറുള്ള രീതിയിൽ ഇൻ ദ സെൻസ് ലൈക്ക് ലൈംഗിക ചുവയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ നിങ്ങളോട് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ അതിന് അനുവാദം കൊടുത്തിട്ട് മാത്രമാണ്. ആദ്യത്തെ പ്രാവശ്യം ചോദ്യം വരുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒറ്റയടിക്ക് ഒരു നോട്ടം കൊണ്ട് ചിലപ്പോൾ മറുപടി കൊടുത്താൽ മതിയോ, ഒരു നോട്ടം മാറിയാൽ മതിയാവും. അല്ലെങ്കിൽ തക്കതായ മറുപടി പ്രോപ്പറായിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഒരു സ്ത്രീയോട് രണ്ടാമതൊരാൾ ഇതേമാതിരി ചോദിക്കുമോ? ഞാൻ സ്ത്രീയോ ചോദിക്കാൻ കാരണം വെച്ചാൽ പരിഗണൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് പറയാം. സ്ത്രീകളോട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഇത് എന്താ സംഭവിച്ചത്? ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അത്രയും മോശമായിട്ടുള്ള രീതിയിൽ അതിനെ എൻകറേജ് ചെയ്ത് ചിരിച്ച് കുഴഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ്റെ മേലേക്ക് ചാഞ്ഞ് ആ ഒരു എന്താ പറയുക, അത്രയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ആക്സെപ്റ്റൻസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വളരെ വൾഗറാണ്. നിർത്തായിരിക്കും നല്ലത്. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ടു. ഇപ്പോൾ പോകുന്നത് എന്തായാലും ശരിയല്ല. ഞാൻ ജസ്റ്റ് കുറച്ച് ക്ലിപ്പുകൾ പ്ലേ ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, ഞാനത് തിരഞ്ഞു നോക്കിയിട്ട് കണ്ടില്ല എനിക്കിപ്പോൾ. പക്ഷേ അത് ഞാൻ ഇന്നലെ മറ്റേ ചാനലിൽ ചെയ്ത വീഡിയോയിലും പറഞ്ഞിരുന്നു. അതായത് രേണുസുധിയോട് ഈ ഇന്നറിനെ പറ്റി ചോദിക്കുകയാണ്. എനിക്ക് പറയാൻ പോലും വയ്യ. ഇന്നറിൽ പറ്റി ചോദിക്കുന്ന സമയത്ത് സ്പോഞ്ചാണെന്ന് പറയുകയാണ്. അപ്പോൾ സ്പോഞ്ചാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇവള് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആ താടി ചെക്കണ്ടല്ലോ, പുതിയതായിട്ട് ഇപ്പോൾ ഒപ്പം കൂടിയ വ്യക്തി, ഇവൻ പറയുകയാണ് സ്പോഞ്ചല്ല, അത് OG-ആണ്, ഒറിജിനലാണ്, സ്പോഞ്ചല്ല. അപ്പോൾ നിനക്കെങ്ങനെ അറിയാം എന്നും പറഞ്ഞിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞാടുന്ന ഒരു വീഡിയോ ഉണ്ട് സോഷ്യൽ മീഡിയ ഒരുപാട് സർക്കുലേറ്റ് ചെയ്തിരുന്നു. എനിക്ക് വയ്യ കൊണ്ടുവരാൻ. അതുപോലെ വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞ് നടക്കുന്നതാണോ അന്തസ്? ശാരിക പറഞ്ഞുകൊണ്ട് ശാരികനോട് ചോദിച്ചു എന്നല്ലോ കേട്ടോ. അതാണോ അന്തസ്? അത് അന്തസ്സിൽ പെടുവോ? എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഈ ഒരു സംസാരമാണ്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്നുള്ളത്. കഷ്ടല്ലേ ആ മനുഷ്യൻ, പാവം പിടിച്ചവൻ. അവനെ വിറ്റ് ജീവിച്ച് ഈ കോലായി, ഇന്ന് ഈ അവസ്ഥയിലായി. ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് അയാളുടെ പേരെങ്കിലും ഒഴിവായിക്കൂടെ?
ആ ചങ്ങാതിൻ്റെ പേരൊന്ന് ഒഴിവാക്കിക്കൂടെ? എല്ലാം സുചേട്ടന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് ഈ ജാതിത്തെ. അത് സത്യമല്ലേ, സുചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ. പിന്നല്ലാതെ ഉച്ചവും ആ മരിച്ചുപോയൊരു മനുഷ്യനോടൊരു തുള്ളി സ്നേഹം ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ. ഇത് എന്താണ് അവന്മാർ, എന്ത് സീനാണ് അവന്മാർ എടുക്കണമെന്ന് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും വളരെ വൾഗറാണ്. മേല് തൊട്ട് ഉരുമ്മി അല്ലാതെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ സീനിന് വേണ്ടിയിട്ടാണെങ്കിൽ തിരക്കടില്ല. അടുത്ത ഇത് പോയിക്കോട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം വെച്ചാൽ ഇത്രയും മോശമായിട്ട് തോന്നിവാസം സെക്ഷൽ ടോക്സും മാത്രം നടത്തും. ഈ ചോദ്യമൊക്കെ ഒരാൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത്രയധികം ഫ്രീഡം കൊടുത്തിട്ടല്ലേ. എത്ര 558 പ്രാവശ്യം ഫ്ലാറ്റിൽ വെച്ചിട്ട് ഇത്ര പ്രാവശ്യം എന്റെ മുന്നേ തുപ്പാൻ എത്ര എന്തൊരു മോശമാണ് ഇതൊക്കെ. അയ്യേ എന്താണ് നടന്നത്? ശരിക്കും എന്താണ് നടന്നത്? ഒന്നും നടന്നില്ല. ഞാൻ അപ്പുറം അപ്പുറല്ലേടാ, ഏറ്റവും കൂടുതൽ സെൻസേഷനായിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എന്തൊരു ബോറല്ലേ. മറ്റേ അവരൊക്കെ അപ്പുറത്ത്. ശരി ശരി. പണ്ടൊക്കെ ഇതിൽ ആൾക്കാർ മോശം കമന്റ് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ പറയാതെ വയ്യ. പണ്ടൊക്കെ കമന്റ് ഇടുന്നവരെ ഞാൻ പറഞ്ഞിരുന്നത്. കല്യാണം കഴിഞ്ഞ് ഫ്ലാറ്റിലോട്ട് പോകും. കല്യാണം കഴിഞ്ഞ് ഫ്ലാറ്റിലോട്ട് പോകും. ഈ ചോദ്യം ഒരാൾ ചോദിക്കാൻ മുതിരണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, യു ഗിവ് ദം ആ ഒരു ഫ്രീഡം. വൾഗർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അത് രസിക്കുകയാണ്. അതിങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി. ഇങ്ങനെ സ്ത്രീകൾ ഉണ്ടാവുമോ? നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകൾ ചോദിക്കുകയാണ് എന്താ ഇതിൻ്റെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. ഫ്ലാറ്റ് മേടിക്കും. എന്റെ ജീവിതം ഇവൻ എന്നെ ഏറി കയറ്റും. ഫ്ലാറ്റോ മേടിക്കല്ലേടാ. ചേച്ചിന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞപ്പോ പിന്നെ നമുക്കൊരു ഫ്ലാറ്റ് എടുത്താൽ കുഴപ്പമില്ല. എന്റെ ദൈവം. കല്യാണം ഉണ്ടോ? പിന്നെ നിനക്കിതൊന്നും പോരെ. ഏറിലും അതിന്റെ അപ്പുറമായിട്ട് പോയി. അങ്ങനെ പറയുന്നു, എന്താണെന്നറിയില്ല. അഭിനയത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നാലും ചെയ്യണം എന്നാണല്ലോ ആരോ പറഞ്ഞത് അല്ലേ? ഇതുവരെ ആരും തൊട്ടിട്ടുണ്ടോ? അഭിനയിച്ച് തൊട്ടിട്ടുണ്ട്. ഇതുവരെ ആരെയും തൊട്ടിട്ടുണ്ടോന്ന് ഒരു വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയോട് പബ്ലിക്കിൽ ചോദിക്കുന്ന ചോദ്യം. കുങ്കുമം തൊട്ടിട്ടുണ്ടോന്നാണ് അവൻ ചോദിച്ചത്. ഇതുവരെ ആരും തൊട്ടിട്ട് വെറുതെ അല്ല അതിനെ നിക്കർ വിധവ അല്ല അങ്ങനത്തെ പേരുകളൊക്കെ വിളിച്ച് കളിയാക്കുന്ന കേട്ടോ. ഞാൻ ആദ്യം ഈ വക പരിപാടികൾക്കൊക്കെ എതിരായിരുന്നു, ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ആ ഒരു വളർച്ച വന്നതിന് ശേഷം ഈ ഇത്രയും വൾഗറായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എപ്പോഴെങ്കിലും ഇരിക്കുന്ന സമയത്ത് അവനവൻ്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം, നന്നായിരിക്കും.